വാഞ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഇന്ന് ജൂൺ 27 വേദപാരംഗതനായ വിശുദ്ധ സിറിൽ മെത്രാൻ അനുസ്മരണം. 1944 12-ാം പിയൂസ് മാർപ്പാപ്പ പൗരസ്ത്യ സഭയുടെ അലങ്കാരം എന്ന് വിശേഷിപ്പിച്ച ഒരു മെത്രാനായിരുന്നു അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ. കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ സ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് വഴിതെളിച്ച വേദപാരംഗതനാണ് വിശുദ്ധ സിറിൽ. ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വിശുദ്ധ സിറിലെങ്കിലും വിശുദ്ധ സിറിലിന്റെ 20 പ്രസംഗങ്ങളെ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെ പറ്റി എഴുതിയിട്ടുള്ള ഏതാനും വാക്കുകൾ നമുക്കോർക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഉരുക്കിയ മെഴുകിൽ ഉരുകിയ മെഴുക് വീണ്ടും ചേർത്താൽ രണ്ടും നന്നായി ചേർന്നുകൊള്ളും. അതുപോലെ ഈശോയുടെ ശരീരം രക്തവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും എന്ന പോലെ അവിടുത്തോട് ഐക്യപ്പെടുന്നു. എഫേസോസ് സുനഹദോസ് പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിക്കാനും വിശുദ്ധ സിറിലിന് സാധിച്ചു. ജൂൺ 28 വിശുദ്ധ ഇറാനേവൂസ് മെത്രാൻ രക്തസാക്ഷി അനുസ്മരണം. ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരനാണ് വിശുദ്ധ ഇറാനേവൂസ്. അപ്പോസ്റ്റലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിന്റെ ശിഷ്യനായിരുന്നു ഇറാനേവൂസ്. സമീർനായിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ആയതിനാൽ തന്നെ വിശുദ്ധിയിലും പാണ്ഡിത്യത്തിലും ഇറാനേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു. വിശുദ്ധ എപ്പിഫാനിയൂസ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമാണ് ഇറാനേവൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ജെറോം ഇറാനേവൂസിന്റെ പുസ്തകങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ലിയോൺസിലെ പാഷണ്ഡികളായ കുറേയധികം ആളുകളെ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. 202 ഇറാനേവൂസ് സെവരൂസ് ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയതിനെ തുടർന്ന് രക്തസാക്ഷിത്വം വരിച്ചു. ജൂൺ 29 വിശുദ്ധ പത്രോസ് ലീഹായുടെ തിരുനാൾ ദിനം. ഗലീലിയായിലെ ബെത്സയിദയിലാണ് പത്രോസ് ജനിച്ചത്. സഹോദരങ്ങളായ അന്ത്രയോസിനോടൊപ്പം മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന അവൻ രക്ഷകന്റെ ആഗമനത്തെ അതിതീക്ഷ്ണമായി കാത്തിരിക്കുകയായിരുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ട് അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടിനെ അന്ത്രയോസ് ശിമയോന് കാണിച്ചു കൊടുത്തു. ഈശോ അവനോട് അരുൾ ചെയ്തു, നീ യൗനായുടെ പുത്രനായ ശിമയോനാണല്ലോ, ഇനിമേൽ നീ കേപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും. തന്റെ പുനരുദ്ധാനത്തിനു ശേഷം തിബരിയൂസ് സമുദ്രതീരത്ത് വെച്ച് ഈശോ പല അധികാരങ്ങളും പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. വിജാതീയനായ കൊർണേലിയോസിനെയും കുടുംബത്തെയും ജ്ഞാനസ്നാനപ്പെടുത്തിയ ശേഷം 7 കൊല്ലത്തോളം അന്ത്യോക്യായിൽ ഭരണം നടത്തി. റോമായിൽ 25 വർഷം പേപ്പൽ സിംഹാസനം അലങ്കരിച്ചു. ഒരു ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചു കൊന്നു. തന്റെ ഗുരുവിനോടൊപ്പം ആകാതിരിക്കാൻ തല കീഴായി കുരിശിൽ തറയ്ക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു പൗലോസ് ലീഹായുടെയും രക്തസാക്ഷിത്വം. ഇന്ന് കത്തോലിക്ക വിശ്വാസത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്തി ആദരങ്ങളാണ്. പത്രോസ് തന്റെ പിൻഗാമികൾക്ക് കൊടുത്ത ഉപദേശം കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവിൻ എന്നാണ്. പത്രോസ് ഇന്നും തന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാർ വഴി നമ്മോട് സംസാരിക്കുകയും നമ്മെ ഭരിക്കുകയും ചെയ്യുന്നു. ജൂൺ 30 വിശുദ്ധ പൗലോസ് ലീഹായുടെ തിരുനാൾ. ബെഞ്ചമിൻ ഗോത്രത്തിൽ ഏഷ്യ മൈനറിലെ താർസോസ് എന്ന നഗരത്തിലാണ് പൗലോസിന്റെ ജനനം. അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു. ജെറുസലേമിൽ പ്രസിദ്ധനായ ഗുരു ഗമാലിയേലിന്റെ അടുക്കൽ നിന്ന് നിയമവും സാഹിത്യവും അഭ്യസിച്ച സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. ഡമാസ്കസിൽ വെച്ച് ഈശോ അവന് പ്രത്യക്ഷപ്പെട്ട് നീ പീഡിപ്പിക്കുന്നത് എന്നെയാണ് എന്ന് അറിയിച്ചതു മുതൽ മർദ്ദകനായ സാവൂൾ പൗലോസായി മാറി. അനന്യാസിന്റെ പക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിക്കാൻ തുടങ്ങി. തന്മൂലം അദ്ദേഹം യഹൂദരുടെ വിദ്വേഷത്തിന് കാരണമായി. അനേക വർഷത്തെ സുവിശേഷ യാത്രകൾക്കു ശേഷം കേസരിയായിൽ വെച്ച് പിടിക്കപ്പെട്ട് 2 കൊല്ലം കാരാഗ്രഹവാസം അനുഭവിച്ചു. 67-ാം ആണ്ട് ജൂൺ 19-ാം തീയതി റോമായിൽ വെച്ച് സ്ലീഹായുടെ തല വെട്ടിക്കൊന്നു.
3 പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ഓരോ പ്രാവശ്യം ശിരസ് പതിച്ച സ്ഥലത്തു നിന്ന് ഓരോ ഉറവ് ഉണ്ടായി എന്നും പറയപ്പെടുന്നു. വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നത് പൗലോസിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരുന്നു എന്നാണ്. നമുക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേരും വിധമാക്കാം. ജൂലൈ 1 വിശുദ്ധ ഒലിവർ പ്ലാങ്കറ്റ് രക്തസാക്ഷിത്വം. അയർലൻഡിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒലിവർ ചെറുപ്പത്തിലെ ലാറ്റിനും ഗ്രീക്കും പഠിച്ചു. 8 കൊല്ലത്തെ ദൈവശാസ്ത്ര പഠനത്തിനു ശേഷം വൈദിക പട്ടം സ്വീകരിച്ച് പ്രൊപ്പഗണ്ട കോളേജിൽ സന്മാർഗശാസ്ത്രം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു. 1673 ക്രിസ്ത്യാനികൾക്കെതിരെ സഭാമർദ്ദനം ആരംഭിച്ചപ്പോൾ ബിഷപ്പ് പ്ലാങ്കറ്റും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് പ്ലാങ്കറ്റിനെ വധിക്കാൻ തീരുമാനമുണ്ടായി. 50-ാം സങ്കീർത്തനം ചൊല്ലി മരണത്തെ പുൽകിയ അദ്ദേഹത്തെ 1925 6-ാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നമുക്കൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയാം, നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ജൂലൈ 2 വിശുദ്ധ പ്രൊചേസൂസും വിശുദ്ധ മാർത്തീനിയനും. 4-ാം ശതാബ്ദത്തിന് മുൻപ് തന്നെ റോമൻ ക്രിസ്ത്യാനികൾ അത്യന്തം ആദരിച്ചു വന്ന 2 രക്തസാക്ഷികളാണ് ഇവർ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരാണ് ഇവരെ മാനസാന്തരപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു. മാമർട്ടിൻ ജയിലിൽ വെച്ച് ജയിലറായ പൗളിനോസ് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജൂപ്പിറ്ററിനെ ആരാധിക്കാൻ ഉപദേശിച്ചു. ക്രൂരമായ മർദ്ദനവേളകളിലൊക്കെയും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് അവർ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. തീരെ വഴിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ വാളുകൊണ്ട് അവരുടെ കഥ അവസാനിപ്പിച്ചു. ലൂസീന എന്ന ഒരു സ്ത്രീ രക്തസാക്ഷികളുടെ ശരീരം അവരുടെ പറമ്പിൽ സംസ്കരിച്ചു. 4-ാം ശതാബ്ദത്തിൽ അവിടെ ഒരു ബസലിക്ക നിർമ്മിക്കപ്പെട്ടു. നാളുകൾക്കു ശേഷം ഈ രക്തസാക്ഷികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിലേക്ക് മാറ്റി. ഇന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന നിത്യപിതാവ് നാളെയും നിങ്ങളെ കാത്തുകൊള്ളും. ഒന്നുകിൽ അവിടുന്ന് നിങ്ങളെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കും, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തി നൽകും. അതുകൊണ്ട് സമാധാനത്തോടെ വർത്തിക്കുക, ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ ഈ വാക്കുകൾ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കും. ജൂലൈ 3 ദുക്രോനോ തിരുനാൾ. വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുനാൾ. ദിദിമൂസ് അഥവാ തോമസ് ഗലീലയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പോസ്തല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ധീരപുരുഷനാണ്. സ്ലീഹ കേരളത്തിൽ വന്ന് 7 പള്ളികൾ സ്ഥാപിച്ചു. എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ച സ്ലീഹ മദ്രാസിലെ ചിന്നമലയിൽ വെച്ച് ഒരു എംബ്രാതിരിയുടെ കുത്തേറ്റു മരിച്ചു. മൈലാപ്പൂർ കടൽ തീരത്ത് സംസ്കരിച്ച മൃതദേഹം പിന്നീട് എദേസായിലേക്ക് കൊണ്ടുപോയി എന്നും ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. 1972 19-ാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ 6-ാം പൗലോസ് മാർപ്പാപ്പ സ്ലീഹായെ ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചു.